ഈ ക്രിസ്മസിന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഫിസി പൈനാപ്പിൾ ടപ്പാച്ച് ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമ്മളിവിടെ നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്ന് കുറച്ച് പൈനാപ്പിളോട് കൂടി തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി എടുത്തതിന് ശേഷം കട്ട് ചെയ്തും എടുക്കാം. ഇതുപോലത്തെ നല്ല കട്ടിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പി എടുത്ത് വയ്ക്കുക. ആ കുപ്പിയിലോട്ട് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ സ്കിന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഓരോ സൈഡിലോട്ട് വെച്ച് കൊടുത്ത് നമുക്കിത് കുപ്പിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്കിന്ന് സൈഡിലോട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുപ്പിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗ്രാമ്പും അതുപോലെ 2-3 പട്ടയും എടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്കിന്നിന് ആ മുകളിൽ എത്തക്ക രീതിയിൽ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ കുപ്പി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ഗ്രാമ്പും ആ പട്ടയും പഞ്ചസാരയും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു കുപ്പി നമുക്ക് 4 ദിവസം ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല എയർ ടൈറ്റായിട്ടൊന്ന് കെട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇനി 4 ദിവസത്തിന് ശേഷം നമുക്ക് എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഷാംപിയൻ്റെ ലുക്കിലൊക്കെ ടേസ്റ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുപോലെ എയർ ടൈറ്റാക്കി കെട്ടി ഒരു 4 ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു 4 ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ കെട്ടൊക്കെ ഒന്ന് മാറ്റി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഒട്ടും ജലാംശം ഇല്ലാത്ത പാത്രത്തിലോട്ട് മാറ്റി അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയിലോട്ടാണ് ഇത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലോട്ടാണ് ഇത് അരിച്ചെടുത്തതെങ്കിൽ അതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിലോട്ട് ഇത് ഒഴിച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 2 ദിവസം കൂടി ഇത് പുറത്തിരുന്ന് സെറ്റാവേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. അതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്ന്. ഇപ്പോൾ 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് ഡയറക്റ്റ് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ കുറച്ച് എയർ ടൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ ഗ്യാസൊക്കെ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. നല്ല എയർ ടൈറ്റുള്ള കുപ്പിയിലാണ് ഇത് ഒഴിച്ച് വെക്കുന്നുണ്ടെങ്കിൽ തുറക്കുന്ന സമയത്ത് നമ്മുടെ ബീറൊക്കെ പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് പോയില്ല. അതുപോലെ എയർ ഫോം ചെയ്ത് അത് അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.